ഇതിപ്പോ ഇങ്ങനെ നിന്നപ്പോ 3 പേർക്ക് ഇങ്ങനെ നിരന്ന് നിന്നപ്പോൾ ഏറ്റവും പൊക്കം കൂടുതൽ ആസ്വദിക്കാം. അരെ ഈ പൊക്കമുള്ള ചെരുപ്പായിട്ടേക്കുന്ന കേട്ടോ, അത്യാവശ്യം പൊക്കം ഉണ്ട്. അതൊക്കെ ഒന്ന് വേണ്ട, അങ്ങനെ തന്നെ നിന്നോട്ടെ. സ്റ്റൂള് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇന്ദ്രജ വിശേഷം എല്ലാം നല്ല വിശേഷം. നല്ല വിശേഷം. എന്തായാലും എനിക്ക് ഒന്ന് തൊട്ടു നോക്കട്ടെ. എന്ത് അല്ല, ഞാനേ ശരിക്കും ക്രോണിക് ബാച്ചിലർ എന്ന സിനിമ കണ്ടപ്പോ ഒരു ഭയങ്കര വില്ലത്തിയായിരുന്നു. ആ വില്ലത്തിയെ നമ്മൾ അറിയാതെ അങ്ങ് സ്നേഹിച്ചു പോകും. ക്ലൈമാക്സ് എത്തുമ്പോ എന്താ നമ്മൾ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ അടിപ്പം പടം, അടിപ്പനാണ്. എനിക്ക് ആ പടം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ സിനിമയിൽ. സിദ്ദിഖ് സാറിന്റെ ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിൽ കള്ളൂടിയനായിട്ട് വരുന്നില്ലേ? അത് അല്ല, അത് ഞാനല്ല, അത് ചെയ്തത് വേറൊരാളാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ശരിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. മുകേഷ് ഏട്ടൻ വഴി ഞാൻ വിചാരിച്ചു എന്നെ വിളിക്കുമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, സിനിമ റിലീസായതിനു ശേഷം നിങ്ങളെ ഷൂട്ട് ചെയ്ത ആ 2 വീടും കാണാനായിട്ട് ഞാൻ അവിടെ വന്നു. അത്രത്തോളം ആ സിനിമയെ ഞാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടിട്ടില്ല. സോ ബിലേറ്റഡ് ആയാലും നാഷണൽ അവാർഡ് വിൻ ചെയ്തതിന് എൻ്റെ ഒരു വിഷസ്. ഓ താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഓരോരുത്തർ വിഷ് ചെയ്യുമ്പോഴാണ് ഞാൻ അതൊക്കെ ഓർക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ നമ്പർ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്, അല്ലെങ്കിൽ വിളിച്ച് പറയുമായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇതിൽ ഒരുപാട് സന്തോഷമായി. 14 മലയാളം മൂവീസ് അല്ലേ? ഒരു 12 to 14. അതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ദ്രജ മാമിന് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. വളരെ നാടൻ പെൺകുട്ടി, നോർമൽ വില്ലത്തി ക്യാരക്ടറൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ നിൽക്കുമ്പോ എന്ത് പാവാന്ന് നോക്കില്ല. അങ്ങനെയാ. അതുപോലെ ഉസ്താദിലൊക്കെ ചെയ്ത വേഷം അല്ലെ? ഉസ്താദിൽ ഭയങ്കര നോട്ടി ആയിട്ട്. ഇപ്പൊ നമ്മുടെ ദിവ്യാവുണ്ണിയുടെ ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര പാവ ഒരു കുട്ടിയാ. അപ്പോഴേക്കും എന്താ ഏട്ടന്റെ ലവർ ആവാൻ വേണ്ടിട്ട് ലാലേട്ടനൊപ്പം ഇടിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ്. ഞങ്ങൾ 2 പേരും ക്യാരക്ടർ മാറ്റി കിട്ടിയതാ. ദിവ്യ ഉണ്ണി ഷീസ് വെരി ബോൾഡ്. അവർക്ക് സംസാരമൊക്കെ അറിയാമല്ലോ, കുറച്ചൊക്കെ മെയിൽ വോയിസ് ആൻഡ് ഷീ ടോക്സ് വെരി ബോയിഷ്ലി. അങ്ങനെ ഒരു ടോം ബോയ് ക്യാരക്ടറാണ് അവർക്ക് വളരെ സോഫ്റ്റ് ആയ ഒരു ക്യാരക്ടർ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാ. അപ്പൊ എനിക്ക് കിട്ടിയത് അങ്ങനെ ഒരു ക്യാരക്ടർ. ജസ്റ്റ് വി ആർ പ്ലേയിങ് ക്യാരക്ടേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. ആദ്യ സിനിമ ഗോഡ്മാൻ. അതെ, മലയാളത്തിലെ ആദ്യത്തെ മൂവി. ഫസ്റ്റ് മൂവി ഇൻ യുവർ കരിയർ? അല്ലല്ല, മലയാളത്തിലെ ആദ്യത്തെ മൂവി. Before that Telugu. I was working in Telugu for quite a long time, and Telugu ഒരു 35 to 40 films ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഏതെങ്കിലും ഒരു നായികയെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അവർ ചെയ്ത കുറേ വേഷങ്ങൾ, ഒപ്പം തന്നെ അവർ പോപ്പുലർ ആയിട്ടുള്ള കുറേ സോങ്സ് ഉണ്ടാവും. അവരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നാടോടി പൂന്തിങ്കൾ ഓർമ്മ വരും, ഉസ്താദിലെ സോങ്. അതുപോലെ ഓർമ്മ വരുന്ന ഒരു സോങ് ആണ് നന്ദലാല. അത് നന്ദലാല ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഹിറ്റ് പാട്ടായിരുന്നു, സിനിമയും ബെസ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. നമ്മളെ പോലുള്ള ഒരു സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉടനെ വിളിച്ച് പറയും. നമ്മളൊക്കെ സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശീതളം സംഘം അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ്, സംഘ നൃത്തം വരുന്നത് നന്ദലാല നന്ദലാല.